ഏതാ ഇത്? എവിടെ പോവാ? ഇതൊക്കെ എന്താ ഇത്ര വലിയ പ്രശ്നം? അധികം ജാട കാണിക്കല്ലേ മോളെ. നടക്കാൻ മേലെന്നോ ഒന്നും കളയുന്നില്ലേ? അങ്ങോട്ട് മാറോ കിഴവ. ഒത്തി നുറുക്കികളെ ഞാൻ മനസ്സിലായി. എന്നെ തടയാൻ ധൈര്യമുള്ള ഒരു ഇത്തിക്കര ചന്തയിലുണ്ടെങ്കിൽ വരടാ. മാറിക്കണം. സന്തോഷിന്റെ അക്രമം തടയാൻ വന്ന മൂപ്പനെ ഓൻ തള്ളിയിട്ടെന്നാ പറയണ കേട്ടെ. ഞാൻ എന്നും പറയണതാ പഴയ പ്രതാപം ഓർത്തോണ്ട് ഇവിടെ എന്നും വന്നിരിക്കണ്ടെന്ന്. ഞാൻ പറഞ്ഞ കേക്കത്തില്ല. കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കൊണ്ട് നടന്ന ഈ ചന്തയിൽ നിന്ന് കിട്ടിയില്ലേ? ഇനി പോരെ. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഇത് സംഭവിച്ചില്ലേ? ഓനെ അറിയാലോ. ജീവന് കൊതിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? വാച്ച പോവാ. പതുക്കെ. മൂപ്പ വിഷമം തോന്നരുത്. നിങ്ങൾ ഇനിയുള്ള കാലം ചന്തയിലേക്ക് വരരുത്. കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി നടത്തിയ ചന്തയല്ല ഇപ്പൊ ഇത്തിക്കര ചന്ത. പിഴയ മൂപ്പ, എല്ലാവരും പിഴയാ. കണ്ണി ചോരയില്ലാത്ത ദുഷ്ടൻ തന്തയാവാൻ വയസ്സുള്ള ഈ മനുഷ്യനെ. കുട്ടിയെടുത്തേ ഇന്ന് മൂപ്പളമില്ല, കയ്യൂക്കുള്ളവൻ ചന്ത ഭരിക്കണു. കുടുംബം ഉള്ളവൻ എതിരിടാൻ പോവോ? മൂപ്പ ഞാൻ പോണു. കുമാര ഇരിക്കും, ഞാൻ കാപ്പി തരാം. വേണ്ട, ഞാൻ പിന്നെ വരാം. ഞാൻ കുറച്ച് കഞ്ഞി എടുക്കട്ടെ. പൂച്ചയ്ക്ക് കൊടുക്കണ ഭക്ഷണമല്ല അച്ഛന് വേണ്ടു. അത് ഞാൻ ചൂട് പിരിച്ച് മറ്റും ഉണ്ടാക്കുന്നുണ്ട്. കണ്ടവന്റെ തല്ലുകൊള്ളാൻ അച്ഛൻ ഇനി ചന്തയ്ക്ക് പോകണ്ട. എവിടെ അംഗരക്ഷകൻ? തന്നോളം പോന്നവരോടാ തന്റെ ഇടം കാണിക്കേണ്ടത്, അല്ലാണ്ട് അപ്പൂപ്പന്റെ വയസ്സുള്ളവരോടല്ല. അത് ആണത്തല്ല, ക്രൂരതയാ. സമയം കളയാതെ പോടി. അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെയും തല്ലും. തല്ലിയാലും കൊന്നാലും ചോദിക്കാൻ ആരും ഇല്ലെന്നും അറിയാം. എന്നാൽ ഒന്ന് നീ മറക്കണ്ട, ഏതൊരു അസുരനെ പന പോലെ വളർത്തുന്നവൻ തന്നെ അതിന്റെ കടക്കിൽ കത്തിയും വെക്കും. നിനക്കൊരു അന്തകം പറഞ്ഞിട്ടുണ്ടാവും. നീയൊക്കെ പുഴുത്തേ ചാവൂ. കൊച്ചുമലയാളി അത് കള. ആ പെണ്ണിന് വട്ട ആട്ടെ. എവിടെ നമ്മുടെ സന്തോഷ്? ബോഡി ഗാർഡില്ലാതെ കൊച്ചുമുതലാളി കാണാറില്ലല്ലോ. എനിക്ക് ബോഡി ഗാർഡോ? ആ പെണ്ണും പറഞ്ഞത് അതല്ലേ? ഈ ചന്തയിലുള്ളവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് അതാണോ? നേരാണ്. അവന്റെ കൈക്കരുത്തിലാ മുതലാളി ചെത്തുന്നതെന്നാ നാട്ടുകാരുടെ സംസാരം. നിർത്തല. നിനക്കൊക്കെ എന്റെ കൈക്കരുത്ത് കാണണോ? എല്ലിന് ഉറപ്പുള്ള നിത്യക്കരലില്ലാത്തോണ്ട് ഉറപ്പുള്ള വല്ലതും കൊണ്ടുപോടാ. വീടന്നേ മറന്നേക്ക്. ഇല്ല, ഈ ചന്തയിൽ വെച്ചെന്റെ കൈക്കരുത്ത് തെളിയിക്കണം ഇപ്പം, ഈ നിമിഷം. എന്തോ ഒരാൾക്കൂട്ടം അറിയത്തില്ലേ? നമ്മുടെ കൊച്ചു മുതലാളി അഭ്യാസം പ്രഖ്യാപിച്ചിരിക്കുക. ഓ, പണത്തിന്റെ ആൾബലത്തിന്റെ ഹുങ്കിൽ അയാൾ എന്തൊക്കെ കോപ്രായങ്ങളാ കാട്ടിക്കൂട്ടുന്നത്. എത്തിക്കര അവരല്ലേ ഭരിക്കുന്നേ? ആ, എല്ലാം കാണാനാ നമ്മുടെ വിധി. വാ നോക്കാം. ഇനി ആർക്കാണ് എന്റെ കൈക്കരുത്തിൽ സംശയം? മുതലാളി കലക്കി. ആർക്കാടാ ഇവിടെ ഷൈൻ ചെയ്യേണ്ടത്? വരഞ്ഞടാ. ഒന്ന് മാറണേ. മുതലാളിക്ക് മുതലാളിക്ക് വാടാ. ഇനി ആരാടാ ഉള്ളത്? വാടാ. പോയിനടല്ല, മനുഷ്യന്റെ നേരെയാണോടാ നിന്റെയൊക്കെ കല്ലേറ്?
എടാ വിനു, എന്നെ ഉറുമ്പ് കടിക്കുന്നു. അല്ലടാ, ഈ നേരത്താണോ നിന്റെ ഒരു ഉറുമ്പ്? നിന്നെ കടിക്കുന്നില്ലേ? ഞാനൊന്നും അറിയുന്നില്ല. ഒരെണ്ണം എന്റെ ഹെഡ് ഓഫീസ് കടിച്ചടാ. ഒന്നും മിണ്ടാതിരിയടാ. വാ, നമുക്ക് പോവാം. എനിക്ക് വീട്ടിൽ നിന്ന് നന്നായി കിട്ടും. വാ പോവാം. വാ പോവാം നമുക്ക്. വാ പോവാം. എന്താണ് ഇവിടെ? അയ്യോ രാമമാഷ്. പെണ്ണുങ്ങളെ കുളിക്കുന്ന ഒളിഞ്ഞു നിന്ന് നോക്കുന്നോടാ ശുംഭന്മാരെ. ഏത് സ്കൂളിൽ നിന്നാണ് ഇത്ര കാര്യങ്ങൾ പഠിച്ചത്? നല്ല കുട്ടിയൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ഇതൊന്നും ആവർത്തിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? എന്താ താമസം? പോരടാ, വേഗം വീട്ടിൽ പോക്കണം. കരിങ്കല്ലാണെങ്കിലും നീ വളരെ ഭാഗ്യവാനാ. സുശീലയുടെ കൈകൊണ്ടുള്ള തലോടലേക്കാനുള്ള ഭാഗ്യം നിനക്കുണ്ടാവില്ല. വീട്ടിലൊരുത്തി ഇല്ല എന്റെ ഗോപാലൻകുട്ടി. അവളെ കൊണ്ട് 1-2 തവണ തലോടിച്ചൂടെ നിനക്ക്? ഓ, ഉണക്കമീൻ പോലുള്ള അവളുടെ കൈകൊണ്ട് തലോടിച്ചാ എനിക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പൊ 3 കുഞ്ഞുങ്ങള് വീട്ടില് കളിച്ച് നടക്കുന്നുണ്ടല്ലോ. അത് അയൽക്കാരൻ്റെതാ. ഗോപാല നിർത്തിക്കോള്. സുശീലനോട് കൊഞ്ചാൻ പോയാ നീ വിവരം അറിയും. എല്ലാവരുടെ അടുത്തും കളിക്കുന്ന പോലെ നീ ഓളുടെ അടുത്ത് കളിക്കണ്ട. മുതലാളിയുടെ പിൻബലത്തിലാ അവളുടെ നെകളിപ്പ്. എന്നാ ഈ ഒരു കാര്യം ചെയ്, മുതലാളിയോട് പറഞ്ഞു നീ എന്നെ അങ്ങ് ഏറ്റെടുത്തോ. എത്തിപ്പോയി. എന്റെ മുമ്പിൽ നിന്നാവുമ്പോ പെട്ടെന്നൊരു തീരുമാനവും ഉണ്ടാക്കാം. അതെ, എന്റെ ലോഡ് നിറഞ്ഞു, ഞാൻ പോട്ടെ. നിന്റെ ലോഡ് സുശീല നിറച്ചിട്ടുണ്ടല്ലോ, അല്ലേ സുശീല? ആ ജോസഫേട്ടാ പറയ്, എത്ര ലോഡ് വേണമെങ്കിൽ ഞാൻ തരില്ലേ? ആ ബില്ലൊന്ന് പെട്ടെന്ന് ശരിയാക്ക്. വെള്ളത്തിലല്ലേ കല്ലിടുന്നത്? ആ ശരി ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. എന്താ മുതലാളി ഈ ഇടയായിട്ട് വല്ലാത്തൊരു ഗൗരവം? അല്ല, ഈയിടെയായി നീ എല്ലാ അനാഥരെയും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു എന്ന് കേട്ടല്ലോ. അതെ, ഈ വർക്കിയെ ഉപദേശിക്കാൻ നോക്കണ്ട. എടേ, മാമ്പള്ളി ഔസേപ്പ്, അതായത് എൻ്റെ അപ്പൻ, അങ്ങേര് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. എന്നിട്ടാ നീ. മുതലാളി, ഒരുപാട് സഹിച്ചത് ആ കുട്ടി. ഇനിയും അതിനെ ഉപദ്രവിച്ച ദൈവം പോലും സഹിക്കില്ല. സമയം കളയാതെ നീ നിന്റെ പണി നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. ഹലോ, ആ ചേട്ടാ, തപ്പ വരാം. ഇതാ പപ്പടേ. ഓ ശരി. എന്താ അത്?